ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. മാൽദീവ്സിന്റെ 60ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി ഇന്ന് വിശിഷ്ടാതിഥിയാകും. കാർഗിൽ വിജയ് ദിവസിൽ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരെ അനുസ്മരിച്ച് രാജ്യം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ 4700 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജരെ പിരിച്ചുവിട്ടതായി മന്ത്രി വി ശിവൻകുട്ടി. തായ്ലന്റ് കംബോഡിയ അതിർത്തിയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കംബോഡിയ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. മാൽദീവ്സ് സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സ് വൈസ് പ്രസിഡന്റ് ഹുസൈൻ മുഹമ്മദ് ലത്തീഫുമായി കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. മാൽദീവ്സിന്റെ 60ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ശ്രീ മോദി ഇന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇന്നലെ മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു പ്രധാനമന്ത്രിക്കായി പ്രത്യേക വിരുന്നൊരുക്കി. മത്സ്യബന്ധനം, മത്സ്യകൃഷി, കാലാവസ്ഥാ ശാസ്ത്രം, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങി മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ മാൽദീവ്സുമായി 6 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 60ാം വാർഷികത്തിൽ മാൽദീവ്സിലെ ജനങ്ങൾക്കും സർക്കാരിനും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 60 വർഷം പിന്നിടുന്ന വേളയിൽ സമാധാനം, അഭിവൃദ്ധി, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സ്ഥിരത എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയെ ആദരിക്കുന്നതിനായി ഇന്ന് രാജ്യം കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നു. കാർഗിൽ വിജയ് ദിവസിൽ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ സൈനികരുടെ അസാധാരണമായ വീര്യത്തെയും ധൈര്യത്തെയും ദൃഢനിശ്ചയത്തെയും പ്രകീർത്തിപ്പെടുത്തുന്ന ദിനമാണിതെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. ഏറ്റവും കഠിനമായ ഭൂപ്രദേശങ്ങളിലും രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ അസാധാരണമായ ധൈര്യവും മനക്കരുത്തും ദൃഢനിശ്ചയവും പ്രകടിപ്പിച്ച രാജ്യത്തിന്റെ ധീരന്മാരെ ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യയും സഞ്ജയ് സേത്തും വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ, കര, വ്യോമ, നാവിക മേധാവിമാർ എന്നിവരും സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കാർഗിൽ കർത്തവ്യ നിർവഹണത്തിനിടെ ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെ രാജ്യം അഭിവാദ്യം ചെയ്യുന്നുവെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കാർഗിലിൽ വീരമൃത്യു വരിച്ചവരുടെ ധൈര്യവും ക്ഷമയും ത്യാഗവും ഇപ്പോഴും രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. कारगिल विजय दिवस केवल एक सैन्य आयोजन नहीं बल्कि पूरे राष्ट्र का उत्सव है. जो खामोश खड़े थे बर्फीली चौकियों पर, उनकी दुआ से ही महफूज है ये वतन. और हम केवल उस युद्ध को याद नहीं कर रहे हैं, हम उस भावना का स्मरण कर रहे हैं जो उन रणबांकुरों ने दिखाई थी. हमें याद है वह दृढ़ संकल्प जो उनकी आंखों में था, वह अदम्य साहस जिससे उन्होंने हर कठिनाई को मात दी. हमें स्मरण है वह नारा, वह चेतावनी, वह प्रण जो हर योद्धा के मुख से निकला. हमें श्रद्धापूर्वक नमन करते हैं उन बहादुर नायकों को जिन्होंने मृत्यु को गले लगाया ताकि हम गरिमा के साथ चैन की जिंदगी जी सकें. ഓപ്പറേഷൻ സിന്ദൂറിൽ കാർഗിലിന് സമാനമായ രീതിയിലെ ധീരതയാണ് ഇന്ത്യൻ സേന കാഴ്ചവച്ചതെന്നും പാകിസ്ഥാന്റെ ഭീകരതാവളങ്ങൾ തകർത്ത് വിജയം കൈവരിക്കാൻ സേനയ്ക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലും കാർഗിൽ വിജയ് ദിവസ് വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ച് ധീര രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തി. പാളയം യുദ്ധസ്മാരകത്തിൽ എയർ വെറ്ററൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വേണു വടക്കേടവും ഗ്രൂപ്പ് ക്യാപ്റ്റൻ പി കർമ്മചന്ദ്രനും പുഷ്പചക്രം അർപ്പിച്ചു. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വിജയ് ദിവസിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു.
UK മാൽദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. തൂത്തുക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ 4800 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, തറക്കല്ലിടൽ എന്നിവ പ്രധാനമന്ത്രി നിർവഹിക്കും. തൂത്തുക്കുടി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നാളെ ഗംഗൈകൊണ്ടചോളപുരം ക്ഷേത്രത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ രാജേന്ദ്ര ചോളൻ ഒന്നാമനെ ആദരിക്കുന്ന സ്മാരക നാണയം പ്രധാനമന്ത്രി പുറത്തിറക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും സംബന്ധിച്ച് തിങ്കളാഴ്ച പാർലമെന്റിൽ പ്രത്യേക ചർച്ച നടത്തുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ച സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിലെ സ്കൂളുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കൊല്ലം തേവലക്കര സ്കൂളിലെ മിഥുന്റെ മരണത്തെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി സ്കൂൾ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത്. ഏറ്റവും ദാരുണമായ സംഭവം തേവലക്കര ഹൈസ്കൂളിൽ ഉണ്ടായി. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ സുരക്ഷ നിരീക്ഷിക്കുന്നതിനായി കൂടുതൽ നടപടികളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണ്. ജൂലൈ 29 മുമ്പായി AIO, DEO, DD, RDD, AD, BRC വഴി സ്കൂളുകളിൽ സന്ദർശനം നടത്തി സേഫ്റ്റി ഗ്യാപ്പ് റിപ്പോർട്ട് തയ്യാറാക്കും. ജൂലൈ 31 മുമ്പായി DDമാർ ജില്ലാതലത്തിൽ ചെയ്യേണ്ടവ മുൻനിർത്തി അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് കത്ത് നൽകും. ഇതിന്റെ മൊത്തം റിപ്പോർട്ട് ക്രോഡീകരിച്ച് ജില്ലാ കളക്ടർമാർ നൽകും. അതിന്റെ കോപ്പി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകും. അപകടത്തിൽ മരണമടഞ്ഞ മിഥുന്റെ കുടുംബത്തിന് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. തേവലക്കര സ്കൂളിലെ മാനേജ്മെന്റിനെ സസ്പെൻഡ് ചെയ്ത് കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകി. തായ്ലന്റ് കംബോഡിയ അതിർത്തിയിൽ ഏറ്റുമുട്ടൽ 3ാം ദിവസവും തുടരുന്നു. മരണസംഖ്യ 33ആയി. 8 തദ്ദേശവാസികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചതായി കംബോഡിയ റിപ്പോർട്ട് ചെയ്തു. അതേസമയം 20 പേർ മരിച്ചതായി തായ്ലന്റ് സ്ഥിരീകരിച്ചു. UN സുരക്ഷാ കൌൺസിലിൽ കംബോഡിയ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടും പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. കംബോഡിയ തായ്ലന്റ് സംഘർഷം കണക്കിലെടുത്ത് അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കംബോഡിയയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽപ്പെടുന്ന ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്കായി എംബസി ഹെൽപ്പ് ലൈൻ നമ്പറും ഇമെയിൽ വിലാസവും പുറത്തിറക്കി. +855 92881676 എന്ന നമ്പറിലോ cons.phnompenh@mea.gov.in എന്ന ഇമെയിൽ ഐഡിയിലോ ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ മത്സ്യബന്ധനം പാടില്ല. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുവിക്കര, പേപ്പാറ, തെന്മല തുടങ്ങിയ ഡാമുകളിലെ ഷട്ടറുകൾ ഉയർത്തി. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. ജോർജിയയിലെ ബാത്തുമിയിൽ ഇന്ന് വൈകിട്ട് 4:30-നാണ് മത്സരം. 2ാം മത്സരം നാളെ നടക്കും. സമനില വന്നാൽ മറ്റന്നാൾ നടക്കുന്ന ടൈ ബ്രേക്കറിലൂടെ വിജയിയെ നിശ്ചയിക്കും. ലോക 5ാം നമ്പർ താരമാണ് കൊനേരു ഹംപി. ദിവ്യ ദേശ്മുഖ് 18ാം സ്ഥാനത്താണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സ് ഇംഗ്ലണ്ട് ഇന്ന് പുനരാരംഭിക്കും. 3ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ 7 വിക്കറ്റിന് 544 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. നിലവിൽ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. ജയിൽ ചാടി മണിക്കൂറുകൾക്കകം പിടിയിലായ സൌമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 7:30ഓടെയാണ് കനത്ത സുരക്ഷയിൽ വിയ്യൂരിലേക്ക് കൊണ്ടുപോയത്. ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടി രക്ഷപ്പെട്ടത്. തുടർന്ന് രാവിലെ 10:45ഓടെ കണ്ണൂർ തളാപ്പിൽ വച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 124ാം പതിപ്പാണിത്. പരിപാടിയുടെ മലയാള പരിഭാഷയും ഉണ്ടായിരിക്കുന്നതാണ്. ബീഹാറിലെ മാധ്യമപ്രവർത്തകർക്ക് 15,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബീഹാർ ജേർണലിസ്റ്റ് സമ്മാൻ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ നേരത്തെ 6,000 രൂപയായിരുന്ന പെൻഷൻ 15,000 രൂപയായി വർദ്ധിപ്പിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദ്വീപ്സ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. മാൽദ്വീപ്സിന്റെ 60ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി ഇന്ന് വിശിഷ്ടാതിഥിയാകും. കാർഗിൽ വിജയ് ദിവസിൽ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരെ അനുസ്മരിച്ച് രാജ്യം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ 4800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും.
കൊല്ലം തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജരെ പിരിച്ചുവിട്ടതായി മന്ത്രി വി ശിവൻകുട്ടി. തായ്ലന്റ് കംബോഡിയ അതിർത്തിയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കംബോഡിയ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.